ഫെലിക്സ് ബ്രിഡ്ജിൽ നിന്ന് വന്ന് കയറിയത് ബേയിലുള്ള മാളിലേക്കാണ്. ഈ മാളിൽ നിന്ന് നടന്നു വേണം നമുക്ക് ലോകപ്രശസ്തരായ സിംഗപ്പൂരിലെ ഏറ്റവും ഐക്കോണിക് ബിൽഡിങ്ങായ 3 ടവറുകളോടുള്ള മറീന ബേ സാൻഡ്സ് ഹോട്ടലിൽ പോകാം. അതിന് മുകളിൽ സിംഗപ്പൂർ സ്കൈലൈൻ വ്യൂ സ്കൈ പാർക്കും പോകണം. കുട്ടികളും മുതിർന്നവരും ഇവിടുത്തെ മാജിക് ലാമ്പിൽ ഓടി നടന്ന് കളിക്കുകയാണ്. നമ്മൾ പോകുന്ന ദിശ അനുസരിച്ച് ഇവിടുത്തെ ലൈറ്റുകൾ നമുക്ക് ദിശ മാറിത്തരും. അതാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ. നിന്ന് തിരിയാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടുള്ള നടത്തത്തിലാണ്. ഇവിടെ നിന്ന് നടന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം എതിർവശത്തുള്ള സിംഗപ്പൂർ സ്കൈലൈൻ വ്യൂ പാർക്കിലേക്ക് പോകാൻ. ഇത് സ്ഥിതി ചെയ്യുന്നത് മറീന ബേ സാൻഡ്സിലുള്ള വളരെ പ്രശസ്തമായ മറീന ബേ സാൻഡ്സ് ഹോട്ടലിലാണ്. 3 ടവറുകളോടുകൂടിയ ഭീമാകരമായ ഒരു ഹോട്ടലാണിത്. ഈ ഹോട്ടൽ പണിത സമയത്ത് ഏകദേശം $7 ബില്യൺ ചിലവുണ്ടായി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ടവറിൽ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മുൻപ് ഈ ഹോട്ടൽ പണിത കാലത്ത് വൈഫൈയുടെയും ബ്ലൂടൂത്തിൻ്റെയും വിപ്ലവകരമായ പുതിയ ഫീച്ചറുകൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവയുടെ നൂതനമായ സാങ്കേതിക വിദ്യ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിട്ടുമില്ലായിരുന്നു. ഇപ്പം ഓരോ ടവറുകളും അടച്ചിട്ട് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പോയപ്പോൾ അതിൽ ഒരു ടവറിൽ അതിൻ്റെ മെയിൻ്റനൻസ് നടക്കുകയായിരുന്നു. 2 ടവറുകളിൽ മാത്രമേ ടെസ്റ്റിനെ അവർ സ്വീകരിക്കുന്നുണ്ടാവും. ഇതിൻ്റെ മുകളിലാണ് നമുക്ക് പോകേണ്ട സ്കൈ ലൈൻ വ്യൂ എന്നറിയപ്പെടുന്ന സിംഗപ്പൂരിലെ പ്രശസ്തമായ വ്യൂ. ഈ 3 ടവറുകളെയും ബന്ധിച്ചുകൊണ്ട് വള്ളത്തിൻ്റെ ആകൃതി ഉള്ള മുകളിലത്തെ ഭാഗത്താണ് ഈ വ്യൂ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പിറകുവശത്തായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും പല പ്രൊമോഷനിലും കണ്ടിട്ടുള്ള ഗാർഡൻ ബൈ ദ ബേ എന്ന 260 ഏക്കറിൽ പടർന്നു കിടക്കുന്ന കൃത്രിമമായി ഉണ്ടാക്കിയ വനവും അതിൽ വിരാജിക്കുന്ന വർണ്ണശബളമായ ലൈറ്റുകളുടെ വിസ്മയമാണ്. അവിടെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുമുണ്ട്. സന്ധ്യയ്ക്ക് അവിടെയും പോകണം. അത് ഈ മറീന ബേ സാൻഡ്സ് ഹോട്ടലിൽ നിന്ന് താഴെ ഇറങ്ങി പിന്നെയും കുറേ നടന്നു കഴിഞ്ഞാൽ അവിടെ പോകത്തുള്ളൂ. അവിടേക്ക് വികലാംഗർക്കായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ട്. ഞാൻ പോയ ദിവസം ചില അദൃശ്യമായ കാരണങ്ങളാൽ അത് അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്രയും ദൂരം നടന്നു തന്നെ പോകണം. അതിനകത്തെ ഒരു ബ്രിഡ്ജുണ്ട്. അതിനുള്ള ടിക്കറ്റൊക്കെ നേരത്തെ തീർന്നുകൊണ്ട് അതിലെനിക്ക് കയറാൻ പറ്റിയില്ല. ഈ കാഴ്ചകൾ എളുപ്പത്തിൽ കണ്ടു തീർത്തിട്ട് വേണം ഇനി നമുക്ക് വിസ്മയമായ മറീന ബേ സാൻഡ്സ് ഹോട്ടലിലെത്താം. ഞങ്ങൾ നടന്ന് മറീന ബേ സാൻഡ്സ് ഹോട്ടലിലെത്തി. ഇനിയും നടക്കണം. ഇവിടെ ടവർ 1, ടവർ 2, ടവർ 3 എന്നിവയ്ക്ക് സെപ്പറേറ്റ് ചെക്കൗട്ട് സ്ഥലങ്ങളുണ്ട്. മാത്രമല്ല വിശാലമായ ലോകപ്രശസ്തമായ ബ്രാൻഡുകളുടെ മാളാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. നടന്നാൽ തീരത്തില്ല. ശരിക്കും നടക്കാൻ കഴിവുള്ളവരായിരിക്കണം ഇതുവഴി നടന്നു പോകാനുള്ളത്. അതല്ലെങ്കിൽ മറ്റു മാർഗങ്ങളുണ്ട്, പക്ഷേ അതിനൊക്കെ മുടിഞ്ഞ റേറ്റാണ്. എനിക്ക് മുൻപ് നടക്കുന്ന വിനോദസഞ്ചാരികളുടെ പിറകെ ഞാനും നടക്കുന്നു. ഇതിൽ ഭൂരിഭാഗം പേരെ ഞാൻ വളരെ മുൻപ് തന്നെ എൻ്റെ മുൻപിൽ കണ്ടവരാണ്. പുറത്ത് ചൂട് സഹിക്കാൻ മേല, ഹ്യൂമിഡിറ്റിയും ചൂടും കൂടെ അസഹനീയമാണ്. അത് കഴിഞ്ഞ് ഇതിനകത്തെ കുളിർമയും AC-യും വളരെ സൗകര്യപ്രദമായ നടപ്പാതകളും എസ്കലേറ്ററും സമയം പോകുന്നത് അറിയില്ല. വളരെ കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ദിശാബോധം എഴുതി വച്ചിട്ടുണ്ട്.
നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരാളോടും ചോദിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടേക്കാണ്, എന്തൊക്കെയാണ് ഉള്ളത് വളരെ കൃത്യമായിട്ട് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമായും ഇംഗ്ലീഷ് ഭാഷയിലാണ് ഉള്ളത്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞുകൂടാത്തവർക്കായി അവിടെ സഹായിക്കാനുള്ള സെക്യൂരിറ്റിയും മാളുമായിട്ട് ബന്ധപ്പെട്ട, ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട ജീവനക്കാരുമുണ്ട്. ചില ഭാഗങ്ങളിൽ അവർ നമ്മുടെ കൂടെ നടന്നു വന്ന് ആ സ്ഥലത്ത് കൊണ്ട് കാണിച്ചിട്ട് സന്തോഷകരമായിട്ട് തിരിച്ചു പോകും. ടൂറിസത്തിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണം, അതെങ്ങനെ വിറ്റ് കാശാക്കണമെന്ന് നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം. ഇവിടെ എല്ലാം കാഴ്ചയാണ്. ഹോട്ടലിലേക്കും സ്കൈ പാർക്കിലേക്കും കോച്ച് ടെർമിനലിലേക്കും പോകാനുള്ള വഴികൾ എല്ലാം ഒന്നാണെങ്കിലും ഏതൊക്കെ ദിശയിൽ പോയാലാണ് എവിടേക്ക് എത്തുക എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് എല്ലായിടത്തും അവർ എഴുതി വച്ചിട്ടുണ്ട്. നടന്നാൽ തീരാത്ത എസ്കലേറ്റേഴ്സുകളും നടന്നാൽ തീരാത്ത കോറിഡോറുകളും. പക്ഷേ നമുക്കൊരു നിമിഷം പോലും ബോറടിക്കില്ല. അത്ര ഭംഗിയായിട്ടാണ് അവർ എല്ലാം ഒരുക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഹോട്ടലിലെ ലോബിയിലൂടെയും കോറിഡോറിലൂടെയും സ്കൈലൈൻ പാർക്കിലേക്കുള്ള, സ്കൈലൈൻ ഡെക്കിലേക്കുള്ള ലിഫ്റ്റ് തിരക്കിയുള്ള നടത്തത്തിലാണ്. ഇവിടെ നിന്ന് വേണം ടിക്കറ്റ് എടുക്കാൻ. ഇവിടെ നമ്മൾ പോകുന്ന സ്കൈലൈൻ ഡെക്കിലേക്ക് 3 തട്ടുകളാണുള്ളത്. ഈ ഒബ്സർവേഷൻ ഡെക്കിലെ ആദ്യ ഭാഗത്തേക്കുള്ള ടിക്കറ്റുകൾ മാത്രമാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് റെസ്റ്റോറൻറ്റിലുള്ള പൂൾ വ്യൂവിലേക്കും അതിന് മുകളിലത്തെ റെസ്റ്റോറൻറ്റ് വ്യൂവിലേക്കുമുള്ള ടിക്കറ്റുകളൊക്കെ 1 മാസം മുൻപ് തന്നെ വിറ്റ് കഴിഞ്ഞിരുന്നു. ടിക്കറ്റ് എടുത്ത് ലിഫ്റ്റിൽ കയറി ഇനി മുകളിലേക്കുള്ള യാത്രയിലാണ്. ഈ സ്കൈലൈൻ ഒബ്സർവേഷൻ ഡെക്ക് സ്ഥിതി ചെയ്യുന്ന ഹോട്ടലിൽ ഏകദേശം 1850 ലക്ഷറി റൂമുകളുണ്ടെന്നാണ് അറിവ്. ഇവയിൽ ഒരു ടവറിലുള്ള എല്ലാ റൂമുകളും ഞാൻ പോകുന്ന സമയത്ത് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അവിടെ ആധുനികമായ പുതിയ സാങ്കേതിക വിദ്യകൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ചാനൽ മ്യൂസിക് സിസ്റ്റം, വൈഫൈ വർക്ക് ചെയ്യിക്കാനും വേണ്ടിയുള്ള വർക്ക് നടക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുകളിൽ ഒബ്സർവേഷൻ ഡെക്കിലെത്തി. വളരെ ആകാംക്ഷയോടുകൂടി എല്ലാവരും പുറത്തോട്ട് വന്നു. അവിടെ നിന്നാൽ കാണുന്നത് എന്താണെന്നുള്ളതിൻ്റെ ഏകദേശ രൂപം ഫോട്ടോയിൽ ചുവരിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രവേശനം കിട്ടിയത് ആദ്യത്തെ ഡെക്കിലേക്ക് മാത്രമാണ്. ബാക്കി 2 ഭാഗത്തേക്കുമുള്ള ടിക്കറ്റുകൾ നേരത്തെ വിറ്റുപോയിരുന്നു. ഈ ഡെക്കിൽ തന്നെ 4 ചുറ്റും നടക്കുകയാണെങ്കിൽ സിംഗപ്പൂർ നമുക്ക് മുഴുവൻ കാണാം. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ഗാർഡൻ ബൈ ദ ബേയിലെത്താൻ. അതുകൊണ്ട് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി സയൻസ് സ്കൈ പാർക്കും കണ്ട് ഞാൻ തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സഹിക്കാൻ മേലാത്ത ചൂടാണ്. കിട്ടുന്ന തണലിൽ ആശ്വാസം തേടിയിരിക്കുന്ന ടൂറിസ്റ്റുകളെയാണ് അധികവും ഞാൻ കണ്ടത്. നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ടൂറിസ്റ്റ് ഗ്രൂപ്പും ഇതിനോടൊപ്പമുണ്ട്. അവരിൽ പലരും മറ്റ് ടൂറിസ്റ്റുകളെ ബുദ്ധിമുട്ടിക്കുന്നതും ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് വീണ്ടും താഴെ ഇറങ്ങി മറീന ബേ സാൻഡ്സിൻ്റെ പുറവശത്തുള്ള ഗാർഡൻ ബൈ ദ ബേയിലേക്കുള്ള നടത്തമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 260 ഏക്കറിനകത്താണ്. ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് സെൻട്രൽ റീജിയൻ എന്നറിയപ്പെടുന്ന സിംഗപ്പൂരിലെ സ്ഥലത്താണ്. ഇത് മറീന റിസർവോയറിനടുത്തുള്ളൊരു സ്ഥലമാണ്. സിംഗപ്പൂരിലെ തന്നെ ഏറ്റവും പോപ്പുലർ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇവിടെ കണക്കാക്കപ്പെടുന്നത് 6.4 മില്യൺ വിസിറ്റേഴ്സ്, അതിൽ കൂടുതലോ ഓരോ വർഷവും വരുന്നുണ്ടെന്നാണ്. ഇവിടുത്തെ പ്രധാന ഭാഗമെന്ന് പറയുന്നത് സെൻട്രൽ ഗാർഡനും ഈസ്റ്റ് ഗാർഡനും സൗത്ത് ഗാർഡനുമാണ്.
അവിടെ ഒരു കൺസർവേറ്ററി ഉണ്ട്. അവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാനിന്ന് പോകുന്നില്ല. ഈ ഗാർഡനുകളിൽ കൃത്രിമമായി ഉണ്ടാക്കി വച്ചിരിക്കുന്ന സൂപ്പർ ട്രീ, മനുഷ്യനിർമ്മിതമായ ഇരുമ്പ് കൊണ്ടും ഉരുക്ക് കൊണ്ടും വർണ്ണശബളമായ ലൈറ്റുകൾ കൊണ്ടും ഒരു വാക്കിംഗ് വേ ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സൂപ്പർ ട്രീകൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ഗാർഡൻ. ഇതിലെ പ്രധാന അട്രാക്ഷൻ വൈകുന്നേരങ്ങളിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. ഞാനും അത് കാണാൻ വേണ്ടിയാണ് നടക്കുന്നത്. ഈ 260 ഏക്കർ ഉണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും മനുഷ്യനിർമ്മിതമായ വൃത്തിയുള്ള ഒരു വനമായിട്ടേ നമുക്ക് തോന്നും. ഒരു 200 അടി 300 അടി നടക്കുമ്പോഴേക്കും എല്ലായിടത്തും വളരെ വൃത്തിയുള്ള ടോയ്ലറ്റും മറ്റ് സൗകര്യങ്ങളുമുണ്ട്. വീൽ ചെയറിൽ വരുന്നവർക്ക് വീൽ ചെയറിൽ സുഗമമായിട്ട് വരാം. മറ്റ് ഇലക്ട്രിക് വാഹനങ്ങൾ ഉള്ളവർക്ക്, അത് ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഇവിടെ വരാം. ഇവിടെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. ഞാൻ വന്ന ദിവസം ആ സൗകര്യങ്ങളില്ലായിരുന്നു. വീൽ ചെയർ സൗകര്യവും ലിഫ്റ്റ് സൗകര്യവും എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇത്രയും വന നിബിഡമായ പ്രദേശം എങ്ങനെയാണ് കൃത്രിമമായി ഉണ്ടാക്കി അത് സൂക്ഷിക്കുന്ന എന്നൊരു അതിശയമാണ്. എത്രമാത്രം എംപ്ലോയീസ് ഇവിടെ ഉണ്ടാവും, എന്തുമാത്രം വെള്ളം ഇതിന് ചിലവാകും, എത്ര പേർക്കായിരിക്കും ഇവിടെ ജോലി ഉണ്ടാവുക. ഇതെല്ലാം വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കുന്നു. ഈ കാണുന്ന ഗാർഡനിലും ഈ കാണുന്ന വാട്ടർ ഫൗണ്ടനിലും രാത്രി ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. ഞാൻ എന്തായാലും അതിന് നിൽക്കുന്നില്ല. ഞാൻ നടക്കുന്നത് ഗാർഡൻ ബൈ ദ വേയിൽ ഈവനിങ് ഷോ കാണാനാണ്. പറഞ്ഞു കേട്ടിട്ടുള്ളത് പ്രകാരം സന്ധ്യ ആകുമ്പോഴേക്കും ഇവിടെ ജനം ഒഴുകിയെത്തും. അതിനു മുൻപ് അവിടെ നടന്ന് എത്തി എല്ലാം കാണാവുന്ന സ്ഥലത്ത് ഇരിപ്പിടം ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രമുഖമായ ദൗത്യം. നടന്നാൽ തീരത്തില്ല. പക്ഷെ ഓരോ ദിശയിലും കൃത്യമായ ദിശ കാണിക്കുന്ന ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ആർക്കും ഒന്നും തെറ്റുകയില്ല. നമ്മൾ വന്ന വഴിയിലേക്കുള്ള ലാൻഡ്മാർക്കുകൾ നമുക്ക് രേഖപ്പെടുത്തി വെക്കാം. അങ്ങനെയാണെങ്കിൽ തിരികെ പോകുന്നത് രാത്രിയായിരിക്കും. അപ്പോൾ ഈ ദിശാ ബോർഡുകൾ നോക്കി നമുക്ക് തിരിച്ച് പോകാനും സാധിക്കും. അങ്ങനെ ഞാൻ സൂപ്പർ ട്രീകളുള്ള പ്രധാന ഭാഗത്തേക്കെത്തി. ഈ കാണുന്ന ബ്രിഡ്ജിൽ നമുക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ലൈറ്റ് ആൻഡ് ഷോ അതിൻ്റെ മുകളിൽ നിന്ന് കാണാം. പക്ഷേ ആ ഒബ്സർവേഷൻ ഡക്കിലേക്കുള്ള ടിക്കറ്റുകളെല്ലാം 3 ആഴ്ച മുൻപ് വിറ്റുപോയിരുന്നു. അതുകൊണ്ട് അതിന് മുകളിൽ നിന്ന് ചിത്രീകരിക്കാം. അതിന് മുകളിൽ നിന്ന് കാഴ്ചകൾ കാണാമെന്നുള്ള മോഹം വിഫലമായി. സന്ധ്യ മയങ്ങുന്ന നേരത്താണെങ്കിലും ഇവിടെ ഇപ്പോഴും നല്ല ചൂടാണ്. ആദ്യമായി പോകുന്നവരാണെങ്കിൽ വാട്ടർ ബോട്ടിൽ കരുതുന്നത് നല്ലതാണ്. അവിടെ നമുക്കിതെല്ലാം മേടിക്കാൻ കിട്ടും. പക്ഷെ കൊല്ലുന്ന വിലയാണ്. നിങ്ങൾക്ക് വാട്ടർ റീഫിൽ ചെയ്യാൻ ഇതിൽ 2 സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ലായിരുന്നു. പക്ഷേ മറീന ബേ സാൻഡ്സിനടുത്ത് അതിനുള്ള സൗകര്യം ഉണ്ട്. ഇപ്പോൾ നമ്മൾ വാട്ടർ ബോട്ടിൽ വെള്ളം തീർന്നാൽ നമുക്കതിൽ വെള്ളം നിറച്ച് കൊണ്ടുവരാം. ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്. അതുകൊണ്ട് വർഷത്തിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും നല്ല ചൂടും നല്ല വിയർപ്പും ഉണ്ടാകും. അത് നമ്മൾ കരുതിയിരിക്കുന്നു. പ്രത്യേകിച്ചും കുട്ടികളുമായി പോവുകയാണെങ്കിൽ അതിനുള്ളൊരു പ്രിക്കോഷൻസ് നമ്മുടെ കയ്യിലുണ്ടാവണം. ധാരാളം വെള്ളം കരുതണം. എന്തെങ്കിലും ചെറിയ സ്നാക്സും കരുതുന്നത് നല്ലതാണ്. കാരണം ഇവിടെ ലൈറ്റ് ആൻഡ് ഷോ കാണുന്ന ഭാഗത്ത് കൽപ്പടവുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നേരത്തെ വന്ന ആൾക്കാർ സ്ഥലം പിടിക്കും. ഞാനും അത്തരമൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ കയറിക്കൂടും. കുറച്ചുകൂടി കഴിയുമ്പോൾ ജനസാഗരം ഇങ്ങോട്ട് ഒഴുകും. അപ്പോഴേക്ക് നമുക്ക് നിൽക്കാനോ ഇരിക്കാനോ ഉള്ള സ്ഥലം കിട്ടില്ലെന്ന്
എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് ഞാൻ അറിഞ്ഞത്. സന്ധ്യ മയങ്ങുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ മറീന ബേ സാൻഡ്സ് ഹോട്ടലാണ്. സ്കൈലൈൻ ഒബ്സർവേഷൻ ഡെസ്ക് നമുക്ക് കാണാം. ഇതിനോടൊപ്പം തന്നെ ഒരു പൂളും ഒരു മനോഹരമായ റെസ്റ്റോറൻറ്റുമുണ്ട്. ദൗർഭാഗ്യകരമായി എനിക്ക് അവിടേക്കുള്ള ടിക്കറ്റുകൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവ കാണാനും കഴിഞ്ഞില്ല. ഹോട്ടൽ ടവറിലെ ലൈറ്റുകൾ ഓണായി തുടങ്ങി. ഇതിൻ്റെ ഭംഗി ഇരുന്ന് തന്നെ കാണണം. ക്യാമറയിൽ എത്ര കണ്ട് അത് പകർത്താൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. കഴിയുമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടങ്ങളിൽ പോയി സന്ദർശിക്കാം. ഇന്ത്യയിൽ നിന്ന് പോകാൻ വളരെ എളുപ്പമാണ്. കേരളത്തിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്നും, കൊച്ചിയിൽ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ സിംഗപ്പൂരിലേക്കുണ്ട്. സൂപ്പർ ട്രീകളിലൊക്കെ ലൈറ്റ് ഭാഗികമായി കത്തിത്തുടങ്ങി. ഇവയുടെ ഭംഗി കൂടുന്നത് രാത്രിയാകുമ്പോഴാണ്. ഇരിപ്പിടം കിട്ടിയവരാരും എഴുന്നേറ്റ് മാറുന്നില്ല. പലരും എന്നെപ്പോലെ അവരുടെ സുഹൃത്തുക്കളുടെ ഉപദേശം സ്വീകരിച്ച് വന്നവരായിരിക്കണം. സന്ധ്യ മയങ്ങുന്തോറും ജനങ്ങൾ ഇരമ്പി വരികയാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി നിൽക്കുന്ന മറീന ബേ സയൻസ് ഹോട്ടൽ ലൈറ്റുകളും കൂടി തിളങ്ങിയതോടുകൂടി അതിൻ്റെ ഭംഗി വർദ്ധിച്ച് വന്നു. സൂപ്പർ ട്രീകളുടെയും ഭംഗി അതുപോലെ തന്നെ വർദ്ധിച്ചു വന്നു. ഇവയെല്ലാം മനുഷ്യനിർമ്മിതമാണ്. ഇവർക്കിടയിൽ കാണുന്ന ചില ചെടികൾ കൃത്രിമവുമാണ്. പക്ഷേ നമ്മൾ അത് തിരിച്ചറിയില്ല. അത്ര ഭംഗിയായിട്ടാണ് ഇവർ ഒറിജിനലും കൃത്രിമത്വവും തമ്മിൽ സങ്കരമുണ്ടാക്കി വച്ചിരിക്കുന്നത്. ഞാൻ പോയ ദിവസം നല്ല ചൂടായിരുന്നു. ആളുകളൊക്കെ വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു. സന്ധ്യ മയങ്ങി വരുന്നുണ്ടെങ്കിലും ഹ്യൂമിഡിറ്റിക്കൊരു കുറവുമില്ലായിരുന്നു. എന്നാലും അക്ഷമരായി കാത്തിരിക്കുകയാണ്. ഇവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ വിവിധ ഗാനങ്ങൾ വിവിധ ഭാഷയിൽ ഇടുകയും അവയുടെ താളത്തിനൊത്ത് ലൈറ്റുകൾ മിന്നിമറിയുന്നതുമാണ് പ്രധാന കാഴ്ച. ഞാൻ മുഴുവൻ സമയം ഇരിക്കണമെന്ന് വിചാരിച്ചെങ്കിലും എനിക്കതിനുള്ള സമയമുണ്ടാകാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ ചില ഗാനങ്ങൾ എടുത്തിട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. മാത്രമല്ല, ഈ ഷോ കണ്ട് തിരിച്ചു പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികളും ഫാമിലിയുമായിട്ടുള്ളത്. പല സമയങ്ങളായി വന്നുകൂടുന്ന ഈ ജനക്കൂട്ടം ഒരേ സമയത്താണ് തിരികെ പോകുന്നത്. നിങ്ങൾ വന്ന വഴികളിൽ പ്രത്യേകിച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ലിഫ്റ്റുകൾക്കെല്ലാം നീണ്ട ക്യൂ ആയിരിക്കും. അതല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് പതുക്കെ പോയാൽ മതി എന്ന് വിചാരിക്കും. സിംഗപ്പൂരിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് എവിടെ നിന്ന് മെട്രോ സ്റ്റേഷൻ നിങ്ങൾ സിംഗപ്പൂരിൻ്റെ ഏത് ഭാഗത്തേക്കും കിട്ടുമെന്നുള്ളത്. അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഒരു വിഷയമേ ആകുന്നില്ല. ആളുകൾ കൂടുന്നു, സൗണ്ട് കൂടുന്നു. ചലവിലെ വർത്തമാനങ്ങൾ 82ഓളം ഭാഷകളിലാണ്. അത്ഭുതപ്പെട്ടു പോകും. ഇത്രയും പേര് ഒന്നിച്ച് സംസാരിക്കുമ്പോൾ ഇത് ഏത് ഭാഷയാണ് നമ്മുടെ ചെവികളിൽ കേൾക്കുന്നത്. ഭൂരിഭാഗവും ഫാർ ഈസ്റ്റേൺ ഭാഷകളാണ്. ഇതിനിടയിൽ രസകരമായി മലയാളവും തമിഴും ഞാൻ കേൾക്കുക. ഷോ തുടങ്ങുകയാണ്. നമുക്കത് കാണാം.